ഹലോ വണക്കം വണക്കം മക്കളെ. തമിഴ് പറഞ്ഞതാണ്. കാരണം ഗൈസ് നമ്മളിന്ന് ഉള്ളത് നമ്മുടെ സ്വന്തം കന്യാകുമാരിയിലാണ്. കണ്ടില്ലേ? ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ച കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ബാക്കി അവരുടെ വിശേഷങ്ങളിലേക്ക് പോവാം. കമോൺ. എത്തിയത് നമ്മുടെ ഈ ഷോപ്പിംഗ് ചെയ്യേണ്ട ഈ മാർക്കറ്റൊക്കെ കഴിഞ്ഞ് കൊള്ളാം കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റും കുറവും കാര്യങ്ങളായിരുന്നേ. നമ്മുടെ ഷോപ്പിംഗ് നോക്കിയപ്പോൾ നമ്മുടെ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ കേട്ടോ. കുറച്ച് ഏർലി മോർണിംഗ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഐ ഗസ്. പക്ഷെ നല്ല ഈ ക്രൗഡ് നോക്കിയേ. ഇപ്പോൾ കറക്റ്റ് ഏകദേശം ടൈം 6:52, 7 മണി ആയതേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഈ ക്രൗഡ് എന്താ പൊന്നടാവ് എന്താ അല്ലേ. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ആ കോവിലിൻ്റെ സൈഡിലാണ് കേട്ടോ. കണ്ടില്ലേ? ഇതേ പുറത്ത് വിവേകാനന്ദൻ കോവിൽ അങ്ങനെ നിൽക്കുക. നല്ല വിലയുണ്ട് കണ്ടോ. പിന്നെ വേറൊരു കാര്യമേ, ഇപ്പോൾ ഇവിടെ കൂടെ നടന്ന ഈ ഒരു സ്പോട്ട് എത്തിയപ്പോൾ എനിക്കൊരു കാര്യം ആക്കുന്നേ. പണ്ട് കൊച്ചിലെ വീട്ടിൽ ഞാൻ ഒരിക്കൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ കറക്റ്റ് ഈ കടയിൽ വെച്ച് എന്നെ കാണാതായിട്ടുണ്ട്. ഞാൻ മിസ്സലുണ്ട്. ഞാൻ എന്നിട്ട് ഈ ഒരു കോവിൽ മൊത്തം ഞാൻ ഇങ്ങനെ കറങ്ങി ഓക്കെ ഈ ഒരു കോവിൽ മൊത്തം ഇങ്ങനെ കറങ്ങി എന്താ പറയാനാ, ഞാനിങ്ങനെ ഇവിടെ ഒരു സൈഡിൽ കിടന്നിങ്ങനെ കരയുക വീട്ടിലൊക്കെ കറങ്ങിയിട്ട്. എനിക്ക് അന്ന് ഓർമ്മയുണ്ട് ഈ കടയാണ്. എന്തെടുത്താലും 10 രൂപ 5 രൂപ. അതെ 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 കണ്ടില്ലേ? കണ്ട് ഈ കട തന്നെ സത്യമായിട്ടും ഇപ്പോൾ കണ്ടപ്പോൾ ഒരു നൊസ്റ്റാൾജി വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ബാക്കി കാര്യങ്ങൾ ഇനി വീണ്ടും വരുന്നതാണ്. ഗൈസ്, നമ്മളെ കന്യാകുമാരിയിലെ പുതിയ സംഭവമില്ല, നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജ്, അതിൻ്റെ 75 രൂപയുടെ ക്യൂ നിൽക്കുകയാണ് കേട്ടോ. അങ്ങ് താഴെ വരെ പോകണം ഈ ക്യൂ. പിന്നെ നമ്മളത് എവിടെയാണ് നിൽക്കുന്നത് ഇനിയും ഞാൻ കാണിച്ചു തരാം കേട്ടോ. എത്രയൊക്കെ നമ്മൾ പോകേണ്ടതെന്ന്. ഇത്രയും പോകണം. ഇതാണ് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ നിൽക്കേണ്ട ക്യൂ. ഈ എന്താ പറയുക, ഈ ദിശയിലെ റീൽ കണ്ടപ്പോഴൊന്നും ഞാൻ ഇത്രയും വിചാരിച്ചില്ല. പക്ഷേ ഇതുള്ളതാണ് കേട്ടോ. ഇവിടെ വന്ന് തന്നെ നിങ്ങൾ അത് മനസ്സിലാക്കാം. ഓക്കെ ബൈ ഗൈസ്. 1.5 മണിക്കൂറായി ചിൽഡേ ക്യൂവിലാണ്. പക്ഷേ ഇപ്പം എന്ത് എൻട്രൻസ് ആണ് കേട്ടോ. ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റാതെ എല്ലാവരും ക്ഷീണിച്ച് വശമായി നിൽക്കുക. നോക്കട്ടെ. ഒരു നെഗറ്റീവ് റിവ്യൂ പറയട്ടെ. ഇപ്പം വേണം അകത്തോട്ട് കയറിയതേ. പക്ഷേ ഇത്രയും നേരം ഈ 2-3 മണിക്കൂർ ആൾക്കാർ ക്യൂ എന്നിട്ട് ഇവരിങ്ങെത്തിയപ്പോൾ എൻ്റെ ഒരു ബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നിട്ട് പറയാം ഗൂഗിൾ പേ ഇല്ല. എനിക്കവർക്ക് ആദ്യം പറഞ്ഞോളൂ, അല്ലെങ്കിൽ അവിടെ ഒരു ബോർഡെങ്കിലും വയ്ക്കാമല്ലോ അറ്റ്ലീസ്റ്റ്. അപ്പോൾ ഇത്രയും ഈ ക്യാഷ് ഗൂഗിൾ പേയിൽ കൊണ്ടുവരുന്നവർ എന്ത് ചെയ്യും? വെറും ബാഡ് എക്സ്പീരിയൻസ് കേട്ടോ. ഇനി ഇവിടെ അറിയാതെ വരികയാണെങ്കിൽ പോലും ഇവിടെ കയറത്തില്ല, കൺഫേമാണ്. വെരി ബാഡ് എക്സ്പീരിയൻസ് ഇതുവരെ ഉള്ളത്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ എന്താല്ലേ? ഓ ഇപ്പോഴെങ്കിലും ഇരിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ. രക്ഷപ്പെട്ട് ഇന്ന് ദൂരം നിന്ന് ആൾക്കാരതുകൊണ്ടേ വെയിലത്ത് നടന്ന് വരുന്നു. എൻ്റെ പൊന്നെ, ഈ പൊരി വെയിലത്തോ. എൻ്റെ പൊന്നെ, കറക്റ്റ് ഇവിടെ എത്തിയപ്പോൾ 11:10 ഇപ്പോൾ സമയം 1:20. എത്ര നേരമാടാ. ഇപ്പോഴാണൊന്ന് പുറം ലോകം കാണുന്നത്. നമ്മുടെ ഫ്രണ്ടാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്കിലും കുഴപ്പമില്ല. പക്ഷേ ബോർ എക്സ്പീരിയൻസ് കേട്ടോ. വെറും വേസ്റ്റ് ആയിരുന്നു. കാരണം നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് കുറച്ചെങ്കിലും ഒരിത് വേണം. നമുക്ക് ബാക്കി നമ്മളെ ഷിപ്പിൽ കയറിയിട്ടുള്ള എക്സ്പീരിയൻസ് നോക്കാം. നമ്മുടെ ഷിപ്പ് എത്തിയിട്ടുണ്ട്. ഷിപ്പുണ്ട്. നമ്മുടെ ഡെസ്റ്റിനേഷൻ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോവാം. ഓക്കെ കമോൺ ലെറ്റ്സ് ഗോ. പക്ഷേ ഇത് നോക്കിയേ, അടുത്ത ക്യൂ ആണേ. ഈ ക്യൂവിൽ നിന്ന് ഈ മുരിഞ്ഞ വെയിലെത്തിക്കണം. ഇത് കുറച്ച് ശോകമല്ലേ? ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. ഓക്കെ
നമ്മൾ രണ്ടാമത്തേതിലാണ് കേട്ടോ പോകുന്നത്. ഇതാണ് നമ്മുടെ വണ്ടി. വേറൊരു കാര്യം കണ്ടില്ലേ, ലൈഫ് ബോട്ട്, പക്ഷേ ഒരു യൂസും ഇല്ല കേട്ടോ. കണ്ടില്ലേ, എല്ലായിടത്തും കിടക്കുക. ഇതെങ്ങനെ ഇടേണ്ട, ഇവിടെ ഉണ്ടായിരുന്ന ആരും ഇട്ടിട്ടില്ല. എങ്ങനെ ഇടേണ്ട എന്നുള്ളൊരു ഇൻസ്ട്രക്ഷനോ അങ്ങനെ ഒന്നും തന്നിട്ടില്ല. അവരുടെ ലൈഫ് ബോട്ടുള്ളതിനേക്കാളും കൂടുതൽ ആൾക്കാരുണ്ട്. ഇനി അതും കൂടെ ഉള്ളു. അതുവരെ മൊത്തത്തിൽ ബാഡ് എക്സ്പീരിയൻസ്. നീ ആ ലൈഫ് ബോട്ട് ഇട്ടായിരുന്നു, ലൈഫ് ബോട്ട് കുറച്ച് പേരൊക്കെ ഇട്ടുള്ളൂ, ബാക്കി ആരും ഇട്ടില്ല. കാരണം അത് ഒരു ഗൈഡൻസ് ആരും വരും കാണാൻ. അടുത്ത് ഈ തെണ്ടിത്തരം നോക്കിയേ, നമ്മളിതായത് വന്ന് കപ്പലിൽ നിന്ന് ഇറങ്ങിയാണ്. എന്നിട്ട് അടുത്ത് ഇത് കേട്ടില്ലേ, ഞാൻ വിവേകാനന്ദൻ്റെ പാറയ്ക്കകത്ത് കയറാൻ അടുത്ത് വീണ്ടും 30 രൂപ. എന്താ അല്ലേ, വെറും ബാഡ് എക്സ്പീരിയൻസ്. ശോകം. ഗ്ലാസ് കുടിച്ചിട്ടുണ്ട്. നമ്മളാ വിവേകാനന്ദ പാറയിലോട്ട് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. തണുപ്പല്ലേ? ടിക്കറ്റ് ഒന്നും വാങ്ങിക്കുന്നില്ല. ടിക്കറ്റ് ചോദിച്ചില്ലല്ലോ. ഇതിനെ ടിക്കറ്റ് അവിടെ 30 രൂപ എടുത്ത് അതിന് ടിക്കറ്റ് ചോദിച്ചില്ലല്ലോ അവര്. അവിടെ ചോദിച്ചില്ലടാ. അങ്ങനെ നമ്മളെത്തി ഗൈസ്. പക്ഷേ ഇതാണ് നമ്മുടെ അണ്ണൻ്റെ വിവേകണ്ണൻ. ഏതാ വൈബ്? വിവേകണ്ണ വൈബ്. ഇതാണ് നമ്മുടെ കന്യാകുമാരി സിറ്റി. അയ്യോ, നമ്മളെ നേരെ കാണിക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. ഇത്രയൊക്കെ ഉണ്ട് നമ്മുടെ അണ്ണ.
ഇതാണ് കേട്ടോ അവിടുത്തെ വ്യൂ. ഇതേ പുള്ളിക്കാരൻ ബോട്ട് വരുന്ന സ്ഥലം, പാലം, നമ്മുടെ ആ കോവിൽ. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത്രയും കാണാനാണ് ഇതുവരെ വന്നത്. പക്ഷേ ഇത്രയും നേരം ഇതാക്കിയത് കുറച്ച് കുറഞ്ഞു, മൊത്തത്തിൽ കുറഞ്ഞില്ല, ഉള്ളോളം കുറഞ്ഞു അത്ര തന്നെ. നമുക്കിനി കോവിലിനകത്ത് എന്താണെന്ന് നോക്കാം. ഇതേ കാണുന്ന മണ്ഡപം, ഇത് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഫോട്ടോഗ്രാഫി സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ്. അപ്പോൾ ശരി, കണ്ടിട്ട് എന്താണെന്ന് പറഞ്ഞത്. ഓക്കെ ഗൈസ്, ശോകം, വളരെ ശോകം. എന്തോ തിരിച്ച് വന്ന് ഇവിടെ ഇറങ്ങി കേട്ടോ. പക്ഷെ എന്ത് പറയാനാ, ഒരു സേഫ്റ്റി ഇല്ല, ഒരു പ്രിക്കോഷൻസ് ഇല്ല, ഒന്നുമില്ല. ആൾക്കാരുടെ കാര്യം ഒന്നും നോക്കുന്നില്ല അവർ. ഒന്നാമത്തത് അവിടെ പോകുന്നു, ഒരു പാലം കാണുന്നു, വരുന്നു, അത്രേ ഉള്ളൂ. അതിൻ്റെ പറഞ്ഞിട്ട് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ലേഡീസിനോ കുട്ടികൾക്കോ അങ്ങനെ ഒരു സേഫ്റ്റി ഇല്ല. എല്ലാവരും ഒരു കയറില പിടിച്ച് കെട്ടിയിട്ടേക്കുന്നു. വെറും ബാഡ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ, വെറും ബാഡ്, വെരി 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 ബാഡ്. പിന്നെ അതുവരെ പോയി ഒരു കടൽ കണ്ടു, അത്രേ ഉള്ളൂ. ബാക്കി മൊത്തത്തിൽ വെരി ബാഡ് എക്സ്പീരിയൻസ്. ഇത്ര നല്ല പ്രതീക്ഷ. ഇത്രയും ആൾക്കാരാണ് ഒരു ഇതിൽ വന്നത്. എത്ര നേരം ഒന്നോ തിരിച്ച് വരാനായിട്ട് 1.25 മണിക്കൂറാണ് ജോലി മാത്രം പറയുന്നത്. ഇങ്ങനെ ആരും വരരുത്, ആൾക്കാർ വരാതിരിക്കുമ്പോൾ അവർ പഠിക്കത്തുള്ളൂ. അല്ല പിന്നെ ഇത്രയ്ക്കും മോശമായ അനുഭവം നമ്മുടെ കേരളത്തിൽ പോലും അനുഭവപ്പെട്ടില്ല. തമിഴ്നാട് ഡിസപ്പോയിൻ്റ് ആക്കി. ഞാൻ മാസം ചേരിയിലൊക്കെ പോയപ്പോൾ വളരെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഇറ്റ്സ് ഡിഫറെൻറ്റ്, വെരി ബാഡ്. ഇതൊക്കെയാണ് ഇന്നത്തെ കന്യാകുമാരി വിശേഷങ്ങൾ. വളരെ സങ്കടത്തോടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.